Hello dear students, welcome to Mathroad. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ഫംഗ്ഷൻസ് ഡൊമെയിൻ. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കുക. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്, f of xy equal to root of y minus x. ഇതൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, x ഉം y ഉം. ഈ തരത്തിലുള്ള ഒരു ഫംഗ്ഷന്റെ ഡൊമെയിന് നിങ്ങൾ റൂട്ട് വന്നാൽ മനസ്സിലാക്കേണ്ടത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പൊ ഈ y മൈനസ് എക്സ് 0 അല്ലെങ്കിൽ പോസിറ്റീവ് നമ്മൾ എങ്ങനെ എഴുതാം? y മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ഈ മൈനസ് എക്സിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് എക്സ് എന്നായിട്ട് മാറും. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈ പെയർ ഓഫ് നമ്പേഴ്സ് എടുക്കുക, എക്സ് വൈ എന്നുള്ള നമ്പേഴ്സിന്റെ പെയർ എടുക്കുക, അതായിരിക്കും നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമെയിന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 2 3 എന്നുള്ള നമ്പർ എടുത്തു. നമുക്ക് ഈ 2 3 നമ്മൾ ഇവിടെ കൊടുത്തു നോക്കാം. വൈക്ക് നമ്മൾ 3 കൊടുക്കുക, എക്സിന് 2 കൊടുക്കുക. ഇത് ട്രൂ ആണല്ലോ. 3 ചെറുതാണ് 2, 3 ചെറുതാണ് 2 എന്നുള്ളത് ട്രൂ ആണ്. അപ്പൊ ഈ ടൈപ്പ് നമ്പേഴ്സ് ഇവിടെ കൊടുത്താൽ ശരിയാവുന്നുണ്ട്. അപ്പൊ 2 3 എന്നുള്ള നമ്പർ എവിടെ ഉണ്ട്? നമ്മള് ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ ഉണ്ട്. ഇപ്പൊ ഞാൻ വേറൊരു നമ്പർ എടുത്തു. ഇപ്പൊ എന്താണ്, ഞാനൊരു ഇവിടെ ഒരു 1 0 എന്നുള്ള നമ്പർ എടുത്തു. ഓക്കെ, ഞാനിവിടെ എക്സിന് 1 കൊടുത്തു. ഓക്കെ, വൈക്ക് ഞാൻ ഇവിടെ 0 കൊടുത്തു. 1 1 വലുതോ ആണ് 0. ശരിയല്ല, ഇത് തെറ്റാണ്. അപ്പൊ 1 0 എവിടെ ഇല്ല? ഫംഗ്ഷന്റെ ഡൊമെയിനിലില്ല. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈ എന്നുള്ള പെയർ ഓഫ് നമ്പേഴ്സ് ആണ് എന്ത്? നമ്മളെ ഫംഗ്ഷന്റെ ഡൊമെയിൻ. അതാണ് നമ്മുടെ ആൻസർ ഇവിടെ ഉള്ളത്. ഓക്കെ, ഫൈൻഡ് ദ ഫംഗ്ഷൻസ് റേഞ്ച്. ഈ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കുക. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണല്ലോ. നമ്മൾ ഇതിനെ ഒരു z എന്നുള്ള വേരിയബിൾ ആയിട്ടാണ് എഴുതുക. അപ്പൊ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് y മൈനസ് എക്സ്. അപ്പൊ നോക്കൂ, നമ്മൾ എക്സ് വൈ എന്നുള്ള 2 നമ്പർ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എടുക്കുക, എന്നിട്ട് y ന്ന് x കുറയ്ക്കുക. അപ്പൊ y ന്ന് x കുറച്ചാൽ നമുക്ക് ഒരു നമ്പർ കിട്ടും. അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് ഒറ്റ ഒരു നമ്പറാ കിട്ടുക. ആ ഒരു നമ്പർ നമുക്ക് z എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളെ റേഞ്ച് എന്തായിരിക്കും? അതൊരു നമ്പർ ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിനെങ്ങനെ എഴുതാം? റേഞ്ച് എന്നുള്ള ഒരു നമ്പർ ആയിരിക്കും. ആ റേഞ്ചിലെ നമ്പർ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡൊമൈനിലുള്ള നമ്പർ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x ആണ്. ഓക്കെ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x ആണെങ്കിൽ നമ്മൾ ഈ x നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക, y മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ കണ്ടീഷൻ. അപ്പൊ നോക്കൂ, y മൈനസ് എക്സ് 0 പോസിറ്റീവോ ആണ്. ഇതിന്റെ റൂട്ട് നിങ്ങൾ എടുത്തു നോക്കൂ. ഇതിന്റെ റൂട്ട് ഇവിടെ എടുക്കുക, ഇവിടെ റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 0 എന്ന് പറയുമ്പോൾ നമുക്കതിന് 0 എന്ന് എഴുതിയാൽ മതി. അപ്പൊ നോക്കൂ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ x ആണ്. അപ്പോൾ y മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്. രണ്ട് സൈഡിൽ റൂട്ട് എടുക്കുക. ഈ സൈഡിൽ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല, 0ന്റെ റൂട്ട് 0 ആണ്. അപ്പൊ റൂട്ട് y മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് റൂട്ട് y മൈനസ് എക്സ് എന്നുള്ളത് ആരാണ്? നമ്മളെ ഫംഗ്ഷന്റെ റേഞ്ച് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സിമ്പിൾ ആയിട്ട് z എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന z എന്നുള്ള നമ്പർ 0 അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ റേഞ്ച് എന്തായിരിക്കും? 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻസ് ലെവൽ കർവ്സ്. ഈ ഫംഗ്ഷന്റെ ലെവൽ കർവ് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? Level curves are straight lines of the form y minus x equal to c. നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷന്റെ ലെവൽ കർവ്സ് എന്ന് പറയുന്നത് y minus x equal to c എന്നുള്ള രൂപത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ y minus x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റിൽ y minus x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഈ ഒരു c എന്നുള്ള നമ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 0 എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 0ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? c എന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ കണ്ടീഷന് നമ്മൾ ഇതിന്റെ ലൈൻ വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ഈക്വൽ ടു ഉള്ളത് മാത്രം എടുത്ത് എഴുതാം. y മൈനസ് എക്സ് ഈക്വൽ ടു c. അപ്പൊ നമ്മൾ ഈ y മൈനസ് എക്സ് ഈക്വൽ ടു c രൂപത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും എന്ത്? ഈ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ലെവൽ കർവ്സ്. ഫൈൻഡ് ദ ബൗണ്ടറി ഓഫ് ദി ഫംഗ്ഷൻസ് ഡൊമെയിൻ. ഫംഗ്ഷന്റെ ഡൊമെയിന്റെ ബൗണ്ടറി കണ്ടുപിടിക്കാം. നോക്കൂ, നമുക്ക് ഫംഗ്ഷന്റെ ഡൊമെയിന്റെ ബൗണ്ടറി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എഫ് ഓഫ് എക്സ് വൈനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം.
എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ആരാണ്? റൂട്ട് ഓഫ് വൈ മൈനസ് എക്സ് ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് വൈ മൈനസ് എക്സിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ റൂട്ട് ഒഴിവാക്കാൻ നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. ഈ സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് പോവും. ഈ സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 0ന്റെ സ്ക്വയർ എന്നുള്ളത് 0 തന്നെ. y മൈനസ് എക്സ് ഈക്വൽ ടു 0. നമുക്ക് y മൈനസ് എക്സ് 0 ആണെങ്കിൽ y ഈക്വൽ ടു മൈനസ് എക്സ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് എക്സ്. അപ്പോൾ y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതായിരിക്കും ഈ y ഈക്വൽ എക്സ് എന്നുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ആ ലൈൻ ആയിരിക്കും ഇത് നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈനിന്റെ ബൗണ്ടറി വരുന്നത്. നമുക്കറിയാം ഫംഗ്ഷന്റെ ഡൊമൈനിന്റെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഇതാ നമ്മൾ എക്സ് വൈ ആക്സിസ് വരയ്ക്കാം. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ y ആക്സിസ്. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ എക്സ് എന്നുള്ള ലൈന് ഈ രൂപത്തിലായിരിക്കും പോകുന്നത്. ഇതായിരിക്കും ഫംഗ്ഷന്റെ ഡൊമൈനിന്റെ ബൗണ്ടറി വരുന്നത്. ഡിറ്റർമിൻ ഇഫ് ദ ഡൊമൈൻ ഈസ് an open region, a closed region or neither. നമ്മളെ ഡൊമൈന് ഓപ്പൺ റീജിയൻ ആണോ ക്ലോസ്ഡ് റീജിയൻ ആണോ അതല്ലെങ്കിൽ അത് രണ്ടും അല്ലേന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ ഏതായിരുന്നു? y മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സ്, അല്ലെങ്കിൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന x y എന്നുള്ള പോയിന്റ്സ്, അതാണ് നമ്മുടെ ഡൊമൈൻ. നോക്കൂ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സിന്റെ ഡൊമൈന് അതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. നമ്മൾ എന്ത് ചെയ്യുക? y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ വരയ്ക്കുക. ഈ ബ്ലൂ ലൈൻ ആണ് എന്ത്? നമ്മുടെ y ഈക്വൽ ടു എക്സ് എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ. നോക്കൂ, ഇനി ഇത് y ഗ്രേറ്റർ ദാൻ ഓർ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് ശരിയാവുന്ന പോയിന്റ്സ് ഏത് ഭാഗത്തേക്കാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഈ ഭാഗത്തുള്ള പോയിന്റ്സ് ആയിരിക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ്. അപ്പൊ നമ്മളെ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എക്സ് എന്നുള്ള റീജിയൻ നമ്മളെ ഡൊമൈന് ഗ്രാഫ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് റീജിയൻ ആണോ അതല്ലെങ്കിൽ അത് രണ്ടും അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ റീജിയൻ എന്തായിരിക്കും? ക്ലോസ്ഡ് റീജിയൻ ആയിരിക്കും. ഓക്കെ, ഡിസൈഡ് ഇഫ് ദ ഡൊമൈൻ ഈസ് ബൗണ്ടഡ് ഓർ അൺബൗണ്ടഡ്. നമ്മളെ ഡൊമൈന് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, നമ്മൾ ഈ ഡൊമൈൻ എന്നുള്ളത് ഈ ലൈനിന്റെ ഈ ഭാഗത്തേക്കുള്ള മുഴുവൻ പോയിന്റ്സും വരുമല്ലോ. അപ്പൊ നമുക്ക് അതിനൊരു ബൗണ്ടറി പറയാൻ പറ്റില്ല. ഒരുപാട് ഏരിയയിലുള്ള പോയിന്റ്സ് നമുക്കിവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഒരു പെർട്ടിക്കുലർ ഏരിയന്റെ അകത്തുനിന്ന് മാത്രം ഒതുക്കി നിർത്താൻ പറ്റൂല. ഒരുപാട് പോയിന്റ്സ് ഈ ഭാഗത്തേക്കുള്ള ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ ട്രൂ ആവുന്നത് ഉണ്ടാവും. അപ്പൊ ഇതെന്തല്ല, ബൗണ്ടറി നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഈ ഡൊമൈൻ എന്താണ്? അൺബൗണ്ടഡ് ആണെന്ന് പറയാം.